ഹായ് ഡേയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുടെ വർക്ക് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് ഒരു ചെറിയ വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വലിയ വർക്കൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ചെറിയ വർക്കാണ്. അതിന് വേണ്ടിയിട്ട് 2mm വൈറ്റ് ബീഡും നമ്മളുടെ ഗിയർ വയറും കമ്മലയുടെ കുളത്തും 2 ബ്ലാക്ക് ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ, 4mm. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഗിയർ വയർ എടുക്കുക. എന്നതിന് ശേഷം അതിലോട്ട് ഒരു 2mm വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കണം. ടോട്ടലി 20 പീസ് അങ്ങനെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 3-4 പീസ് എടുക്കുന്നത് ഞാനിതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഞാനത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഹെയർ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകാന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെയർ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ. നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ സ്ക്രീനിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ, താരന്, ഉറക്കമില്ലാത്ത പ്രശ്നം, അതുപോലെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നതാണ് അല്ലേ, തലയിൽ ചൊറിച്ചിൽ, അങ്ങനത്തെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമുള്ള ഓയിലും കൂടിയാണ് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 4th കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഹെയർ ഓയിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പീസ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം അതിലോട്ടൊരു ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്ലാക്ക് 4mm ബീഡ്സാണ്, 2mm ബീഡ്സ് വൈറ്റും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കമ്മലയുടെ ഹൂക്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ കമ്മലയുടെ ആ ഹോൾ കാണുന്നുണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സാധാ കമ്മല നമ്മൾ എങ്ങനെയാണോ വളച്ചെടുക്കുന്നത് അതേ ഒരു തീമിലാണ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള കേട്ടോ. കുഞ്ഞുമക്കൾ എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുമക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, അധികം ഓവറായിട്ടുള്ള വലിപ്പമോ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ. നമ്മളുടെ എല്ലാ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു തുടങ്ങുമ്പോൾ വിചാരിക്കും ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നല്ലേ. ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് അത് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് ഇത്രയും സിമ്പിളായിരുന്നോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എൻ്റെ വർക്കുകളെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഭാഗത്ത് ഫാൾട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നികത്തിക്കൊണ്ട് വേണം നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ കളറ് നിങ്ങൾക്ക് ഏതും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. ചെറിയ ഒരു എന്താ പറയുക, ബീഡ്സുകളെല്ലാം താഴോട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടന്നുകൊണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.